അപ്പോൾ അങ്ങനെയാണ് സർവേ ഫലങ്ങൾ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം അവസാനിക്കാൻ ഇനി നാളെ ഒരു ദിവസം കൂടിയേ ഉള്ളൂ. മുന്നണികളൊക്കെയും കളം നിറയുകയാണ്. ദേശീയ നേതാക്കളെ ഗോദയിലേക്ക് ഇറക്കിയാണ് പ്രചാരണം കൊഴുപ്പിക്കുന്നത്. ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ വീണ്ടും കേരളത്തിലേക്ക് വരും. കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിന്റെ റോഡ് ഷോ തിരുവനന്തപുരത്തുണ്ട്. അതിനൊപ്പം തന്നെ കേന്ദ്രമന്ത്രി അമിത്ഷാ അദ്ദേഹവും കേരളത്തിൽ തുടരുകയാണ്. ഇടതു സർക്കാരിന്റെ 10ാം വർഷ പ്രോഗ്രസ് റിപ്പോർട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പ്രകാശനം ചെയ്യുകയും ചെയ്യും. നമുക്ക് എങ്ങനെയാണ് പൊതുവിലെ ഒരു സാഹചര്യം, അത് തെക്കൻ കേരളത്തിലെയും മധ്യ കേരളത്തിലെയും വടക്കൻ കേരളത്തിലെയും കാര്യമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ആഷിഖ് റഹ്മാൻ, കൊച്ചിയിൽ നിന്ന് അബ്ദുൾ റഹീം, കോഴിക്കോട് നിന്ന് പ്രസാദ്, 3 പേര് നമുക്കിപ്പം തത്സമയം ചേർന്നുണ്ട്. അപ്പോൾ നമുക്ക് തെക്ക് നിന്നങ്ങ് വടക്കിലേക്ക് പോകാം. നമ്മുടെ ആഷിഖിൽ നിന്നും തുടങ്ങുകയാണ് ഞാൻ. ആഷിഖേ, ഗുഡ് മോർണിംഗ്. പരസ്യപ്രചാരണത്തിന് ഇനിയിപ്പോൾ ഒറ്റ ദിവസം കൂടിയേ ഉള്ളൂ. പ്രചാരണമൊക്കെ അത്ര കണ്ട് ഈ പാരമ്യത്തിലേക്ക് എത്തിയിരിക്കുന്നു ഈ ഘട്ടത്തിൽ എന്ന് തന്നെ പറയാവുന്നതാണ്. തെക്കൻ കേരളത്തിലെ ഒരു മൊത്തം ട്രെൻഡ് എന്താണ്? ഈ ഘട്ടത്തിൽ ഒരു ട്രെൻഡ് പറയാറായിട്ടുണ്ടോ? സേതു, അങ്ങനെ ട്രെൻഡ് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. കാരണം പ്രചാരണം അതിൻ്റെ കൊടുമുടിയിലേക്ക് എത്തിയിട്ടുണ്ട്. കാരണം സേതു പറഞ്ഞ പോലെ തന്നെ ഇന്നും നാളെയും കൂടിയാണ് പ്രചാരണത്തിന് ബാക്കിയുള്ളത്. അതിനാൽ തന്നെ പരമാവധി ആളുകൾ വോട്ടർമാരെ കാണാനുള്ള ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികളുള്ളത്. ഇന്നലെയെല്ലാം പള്ളികളും അതുപോലെ തന്നെ കല്യാണങ്ങളും കേന്ദ്രീകരിച്ചായിരുന്നു സ്ഥാനാർത്ഥികളുടെ പ്രചരണമെങ്കിൽ ഇന്ന് കൂടുതൽ വോട്ടർമാരിലേക്ക് എത്താൻ റോഡ് ഷോകളടക്കം കേന്ദ്രീകരിച്ചുള്ള പ്രചാരണ പ്രവർത്തനങ്ങളിലേക്കാണ് ഇന്ന് എന്തായാലും സ്ഥാനാർത്ഥികൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. ഇന്നും തിരുവനന്തപുരത്തടക്കം ദേശീയ നേതാക്കളുടെ ഒരു നിര തന്നെയുണ്ട് എന്ന് പറയണം. രാവിലെ BJPയുടെ സ്ഥാപക ദിനത്തിൽ കേന്ദ്രമന്ത്രി അമിത്ഷാ പങ്കെടുക്കുന്നുണ്ട്. തുടർന്ന് അദ്ദേഹം പ്രവർത്തകരുമായി സംവദിക്കുന്നുണ്ട്. ഈ 2026 തന്നെ കേരളം പിടിക്കുക എന്ന വലിയൊരു ലക്ഷ്യമാണ് അമിത്ഷാ കഴിഞ്ഞ ദിവസം മുന്നോട്ട് വെച്ചത്. അത് ഇന്നും ആവർത്തിക്കാൻ തന്നെയാണ് സാധ്യത. അതുപോലെ തന്നെ BJPയുടെ ദേശീയ അധ്യക്ഷൻ നിതിൻ നബീനും തിരുവനന്തപുരത്തുണ്ട്. അദ്ദേഹം വൈകിട്ട് കഴക്കൂട്ടത്ത് റോഡ് ഷോ അടക്കം സംഘടിപ്പിച്ചുകൊണ്ട് സജീവമായി തന്നെ ഈ തിരുവനന്തപുരത്ത് നിൽക്കുകയാണ്. അതുപോലെ തന്നെ കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറും ഇന്ന് ജില്ലയിലുണ്ട്. അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം അതുപോലെ തന്നെ റോഡ് ഷോയും അടക്കം ഇന്ന് വട്ടിയൂർക്കാവിലുണ്ട്. ഇങ്ങനെ വലിയ ദേശീയ നേതാക്കളുടെ ഒരു നിര തന്നെ ഇപ്പോഴും ഈ തെക്കൻ ജില്ലകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. തെക്കൻ ജില്ല മറ്റു പല ജില്ലകളിലും, ആലപ്പുഴ അടക്കം പല ജില്ലകളിലും ഇന്ന് ദേശീയ നേതാക്കളുടെ അടക്കം സാന്നിധ്യമുണ്ട്. റോഡ് ഷോകളടക്കം കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രചാരണ പ്രവർത്തനങ്ങളിലേക്കാണ് എന്തായാലും പാർട്ടികൾ നീങ്ങിയിട്ടുള്ളത്. എന്തായാലും വലിയ പ്രചാരണ പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങുന്നു. ഈ അവസാന ഘട്ടത്തിലേക്ക് പോകുമ്പോഴും ആർക്കാണ് ഒരു മുൻതൂക്കമെന്ന് പറയാൻ കഴിയുന്നില്ല. തുടക്കത്തിലുണ്ടായിരുന്ന അഡ്വാൻറ്റേജ് ആദ്യഘട്ടത്തിൽ UDFനുമായി വലിയൊരു അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് നമ്മൾ വിലയിരുത്തുന്നു. പിന്നീട് ഇങ്ങോട്ട് വരുന്ന സമയത്ത് പോരാട്ടം ശക്തമാകുന്ന ഒരു തരത്തിലേക്ക് പോകുന്നു. പ്രത്യേകിച്ച് തിരുവനന്തപുരത്താണെങ്കിൽ നമുക്കറിയാവുന്ന പോലെ ഏറ്റവും കൂടുതൽ ത്രികോണ പോരാട്ടങ്ങൾ നടക്കുന്ന ജില്ലയാണ്. പ്രത്യേകിച്ച് നേമമടക്കം വട്ടിയൂർക്കാവ് അടക്കം കഴക്കൂട്ടം അടക്കമുള്ള മണ്ഡലങ്ങളിൽ വലിയ ത്രികോണ പോരാട്ടം നടക്കുന്നു. ആർക്കാണ് സാധ്യതയെന്ന് ഇപ്പോഴും പ്രവചിക്കാനായതിൽ സാധ്യതകൾ മാറി മറിയുന്ന സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. അതിനാൽ തന്നെ ചെറിയ വോട്ടുകൾ പോലും വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലേക്കാണ് എന്തായാലും തെരഞ്ഞെടുപ്പ് പോകുന്നത്. അതിനാൽ തന്നെ ഇന്നും നാളെയും അടക്കം പരമാവധി വോട്ടർമാരെ കണ്ട് ഈ വോട്ട് ഉറപ്പിക്കാൻ തന്നെയാണ് എന്തായാലും സേനുവാരം. ഇന്നും എന്തായാലും സജീവമായി തന്നെ സ്ഥാനാർത്ഥികളും രംഗത്തുണ്ട്. ശരി ആഷിഖേ, ഇനിയിപ്പോൾ നമുക്ക് മധ്യ കേരളത്തിലേക്ക് പോയി എന്താണ് മധ്യ കേരളത്തിലെ കാഴ്ചകൾ എന്നറിയാം. റഹീമുണ്ട്. റഹീമെ, ഗുഡ് മോർണിംഗ്. ഈ മധ്യ കേരളത്തിന്റെ അവസ്ഥ എന്താണ്? പല വിഷയങ്ങൾ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം പല വിഷയങ്ങൾ മാറി മാറി വന്നു. രണ്ടല്ല 3 മുന്നണികളുമായി ബന്ധപ്പെട്ട് ഡീലിൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു വയനാട്ടിൽ എത്തി നിൽക്കുകയാണ്. ഇപ്പോൾ വയനാട് അത് കൂടുതൽ ഇപ്പം എനിക്ക് തോന്നുന്നു പ്രസാദ് ഉടുമ്പശ്ശേരിക്കായിരിക്കും അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റാം. വടക്കൻ കേരളത്തിലൊക്കെ അത് കൂടുതൽ ചർച്ചയാകുന്നത്. ഇപ്പം മധ്യ കേരളത്തിലെ മൊത്തത്തിൽ ഇപ്പോൾ ഏതുവരെയാണ് സാഹചര്യം? ഇപ്പം പരസ്യപ്രചാരണം അവസാനിക്കാൻ പോകുന്ന ഘട്ടമാണല്ലോ. സേതു, ഗുഡ് മോർണിംഗ്. അത് തന്നെയാണ്, പരസ്യപ്രചാരണം അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇന്നും നാളെയും, നാളെ കുട്ടിക്കലാശമാണ്. അതുകൊണ്ട് തന്നെ ഈ പരമാവധി റോഡ് ഷോകളും അതോടൊപ്പം തന്നെ വോട്ടർമാരെ കണ്ട് വോട്ടുറപ്പിക്കാനുള്ള ഓട്ടത്തിലാണ് എല്ലാ മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ. പരമാവധി ഈ പറയുന്നത് പോലെ തന്നെ വോട്ടർമാരെ നേരിൽ കാണുക, തങ്ങൾക്ക് അനുകൂലമായ വോട്ടുകൾ ഉറപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് സ്ഥാനാർത്ഥികൾ ലക്ഷ്യമിടുന്നത്. ഇന്ന് മധ്യ കേരളത്തിൽ ഡി കെ ശിവകുമാർ അടക്കമുള്ള ആളുകളുണ്ട്. കൊച്ചിയിൽ ഷിയാസിൻ്റെ റോഡ് ഷോ ഉണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി കർണാടക ഉപമുഖ്യമന്ത്രി കൂടിയായിട്ട് ഡി കെ ശിവകുമാർ എത്തുന്നുണ്ട്. അതുകൂടാതെ മറ്റ് അതായത് മുന്നണികളുടെ നേതാക്കളും ഒക്കെ തന്നെയും ഇവിടെ ഇന്ന് മധ്യ കേരളത്തിലുണ്ട്, അല്ലെങ്കിൽ കൊച്ചിയിലുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിലെ കണക്കുകളൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ മധ്യ കേരളത്തിൽ UDFനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി നേരിട്ടതാണ്. അതിൽ നേരിയ ഒരു ഭൂരിപക്ഷം അല്ലെങ്കിൽ സീറ്റ് എണ്ണം നോക്കുകയാണെങ്കിൽ UDFന് ഒരു മേൽക്കൈ കൊടുത്ത ജില്ല എറണാകുളം ജില്ല മാത്രമാണ്. ഇവിടെ ആകെയുള്ള 14 സീറ്റുകളിൽ 9 ഇടത്ത്
UDF ജയിക്കാൻ കഴിഞ്ഞു. 5 ഇടത്താണ് LDF ജയിക്കാൻ കഴിഞ്ഞുള്ളൂ. മറ്റ് ജില്ലകൾ, അതായത് തൃശ്ശൂർ ഉൾപ്പെടെയുള്ള ജില്ലകളൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ ദയനീയമായിരുന്നു UDF കഴിഞ്ഞ തവണത്തെ മത്സരം മികവ്. അതുകൊണ്ട് തന്നെ ഇത്തവണ അതിലൊരു മാറ്റം കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് UDF മുന്നോട്ട് വെക്കുന്നത്. അതോടൊപ്പം തന്നെ സീറ്റുകൾ നിലനിർത്തുക. കഴിഞ്ഞ തവണ ഏത് രീതിയിലാണോ മുന്നോട്ട് പോകാൻ കഴിഞ്ഞത് അതേപോലെ തന്നെ ഇത്തവണയും സീറ്റുകൾ നേടുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് LDF മുന്നോട്ട് വെക്കുന്നത്. ഏതായാലും NDAക്കും വലിയൊരു രീതിയിലുള്ളൊരു പ്രതീക്ഷ മധ്യ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അപ്പോഴും ഈ ചില മണ്ഡലങ്ങളിലൊക്കെ കടുത്ത പോരാട്ടങ്ങൾ നടക്കുന്നുണ്ട്. എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ കൊച്ചി, വൈപ്പിൻ ഉൾപ്പെടെയുള്ള സീറ്റുകൾ നിലവിൽ LDFനൊപ്പം നിൽക്കുന്ന സീറ്റുകളാണെങ്കിൽ, പക്ഷേ ഇപ്പോൾ അവിടെ മത്സരത്തിൽ ചെറിയൊരു വലിയ രീതിയിൽ തന്നെയുള്ളൊരു മാറ്റം വന്നിട്ടുണ്ട്. കാരണം ഒരു നെക്ക് ടു നെക്ക് ഫൈറ്റിലേക്കൊക്കെ എത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. UDFനെ സംബന്ധിച്ചിടത്തോളം എറണാകുളത്ത് ഒരു ക്ലീൻ സ്വീപ്പാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. ഈ LDFന്റെ കയ്യിലുള്ള 5 മണ്ഡലങ്ങൾ കൂടി തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് UDF ലക്ഷ്യം. നമ്മുടെ ഈ പ്രീപോൾ സർവേ അനുസരിച്ചും ഏറെക്കുറെ അങ്ങനത്തെ ഒരു ഫലമാണല്ലോ റഹീമെ വന്നത്. തീർച്ചയായും അത് തന്നെയാണ്. കാരണം UDFന് ഒരു മേൽക്കൈ നൽകുന്നുണ്ട് മധ്യ കേരളം. കാരണം മധ്യ കേരളത്തിൽ ഈ തൃശ്ശൂർ, അതോടൊപ്പം തന്നെ ഇടുക്കി, കോട്ടയം ജില്ലകളിലൊക്കെ വളരെ ദയനീയമായിരുന്നു കഴിഞ്ഞ തവണത്തെ മത്സരമെങ്കിൽ ഇത്തവണ UDFന് മേൽക്കൈ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. അത് തന്നെയാണ്, അതായത് മധ്യ കേരളം പിടിക്കാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ UDF അധികാരത്തിലേക്കൊക്കെ വരുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങും എന്നുള്ളതാണ് അവർ പ്രതീക്ഷിക്കുന്നത്. എറണാകുളം ജില്ലയിൽ ഒരു ക്ലീൻ സ്വീപ്പ് പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ചില മണ്ഡലങ്ങളിൽ, അതായത് കഴിഞ്ഞ തവണ UDFൽ നിന്ന് വിട്ടുപോയ മണ്ഡലങ്ങളാണ്, അതായത് കൊച്ചി, അതോടൊപ്പം തന്നെ കുന്നത്തുനാട്, വൈപ്പിൻ മണ്ഡലങ്ങളൊക്കെ നേരത്തെ കോൺഗ്രസിന്റെ മണ്ഡലങ്ങളായിരുന്നുവെങ്കിൽ അത് വിട്ടുപോകുകയായിരുന്നു. ഏതായാലും അവിടെയൊക്കെ വലിയ രീതിയിലുള്ള ദേശീയ നേതാക്കളൊക്കെ ഇറക്കിയുള്ള തിരഞ്ഞെടുപ്പ് പ്രചാരണമൊക്കെ ഗുണം ചെയ്യുമെന്ന് എല്ലാ 3 ക്യാമ്പുകളും വിശ്വസിക്കുന്നു. മധ്യ കേരളത്തിൽ ഒരു പൊതു ട്രെൻഡ് പറയുമായിരുന്നു നമ്മുടെ റഹീം. ഇനി വടക്കൻ കേരളത്തിലേക്ക് പോവുകയാണ് പ്രസാദ് ഉടുമ്പശ്ശേരി. ഗുഡ് മോർണിംഗ് പ്രസാദ്. പല വിഷയങ്ങൾ വടക്കൻ കേരളത്തിൽ ചർച്ചയായി. ഇപ്പം നമുക്കറിയാവുന്ന പോലെ ഇടത് കോട്ടകൾ എന്ന് വിശേഷിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ പോലും ഈ കോട്ടകൾ ഇളകുന്നുണ്ടോ എന്ന സൂചന നൽകിക്കൊണ്ടുള്ള നേതാക്കളുടെ, അതായത് വർഷങ്ങളുടെ പാരമ്പര്യം പാർട്ടിയുമായി ബന്ധപ്പെട്ടുള്ള നേതാക്കളുടെയൊക്കെ കൂടുമാറ്റം മുതൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വയനാട് ദുരന്ത ഫണ്ടുമായി ബന്ധപ്പെട്ട്, പുനരധിവാസവുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ വരെ സജീവമായി ചർച്ചാ വിഷയമാണ് വടക്കൻ കേരളത്തിൽ. അതിനൊപ്പം അനൗൺസ്മെന്റ് വിവാദമുണ്ട്. പല വിവാദങ്ങൾ അതിനിടയിൽ വന്നു ചേർന്നു. ഇപ്പോൾ പരസ്യപ്രചാരണമൊക്കെ അവസാനിക്കിരിക്കെ എന്താണ് ഇപ്പോൾ വടക്കൻ കേരളത്തിലെ ഒരു മൊത്തത്തിലെ ഒരു കാഴ്ച? ഗുഡ് മോർണിംഗ് സേതു. പല മണ്ഡലങ്ങളിലും പറഞ്ഞു കഴിഞ്ഞാൽ വടക്കൻ കേരളത്തിലെ 60 മണ്ഡലങ്ങൾ, കാസർഗോഡ് മുതൽ പാലക്കാട് വരെയുള്ള 60 മണ്ഡലങ്ങളിൽ 20ഓളം മണ്ഡലങ്ങളിൽ കടുത്ത മത്സരം നടക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, സാധാരണഗതിയിൽ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ അവസാനമാകുമ്പോഴേക്കും ഭരണപക്ഷത്തോ അല്ലെങ്കിൽ ഭരണപക്ഷത്തിൽ നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയോ ആണ് സാധാരണ വലിയ ആരോപണങ്ങളൊക്കെ നേരിട്ട് നിൽക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ സംഭവിച്ച ഒരു കൗതുകം, കോൺഗ്രസ് പാർട്ടി വയനാട്ടിൽ അവരുടെ KPCC പുനരധിവാസ ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് ുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംശയത്തിന്റെ നിഴലിലേക്ക് മാറിയിരിക്കുന്നു, അല്ലെങ്കിൽ CPM അത്തരം ആരോപണങ്ങൾ ഉയർത്തി അവരെ സംശയ നിഴലിൽ നിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇതുവരെ 5,38 ലക്ഷം രൂപ മാത്രമാണ് പിരിഞ്ഞു കിട്ടിയതെന്ന വാദം വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ല എന്നൊരു ആരോപണത്തിന്റെ മുൻമുള്ളിലാണ് കോൺഗ്രസ് നിൽക്കുന്നത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ കൗതുകം എന്നുള്ളതാണ്. വരും ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പിന് ഇനി പറയുന്നത് പോലെ നാളെ പരസ്യപ്രചാരണം അവസാനിക്കാനിരിക്കുകയാണ്. കൂടുതൽ ശക്തമായ രീതിയിലേക്ക് ആ ആരോപണങ്ങൾ LDFന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ടതുണ്ട്. മറ്റൊന്ന്, എല്ലാ ജില്ലകളിലും ഇപ്പോൾ കാസർഗോഡിലേക്ക് വന്നു കഴിഞ്ഞാൽ, കാസർഗോഡ് മഞ്ചേശ്വരമാണെങ്കിൽ അവിടെ വലിയ മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ വളരെ കുറഞ്ഞ വോട്ടുകൾക്ക് മാത്രം പരാജയപ്പെട്ട K. സുരേന്ദ്രൻ ഇത്തവണ വിജയിക്കുമെന്ന വലിയ ആത്മവിശ്വാസമുണ്ട്. എന്നാൽ അവിടെ നിലനിർത്താൻ കഴിയുമെന്ന വിശ്വാസം നിലവിലെ MLAക്ക് അവിടെയുണ്ട്. അങ്ങനെ പിന്നെ SDPIയുടെ വോട്ട് നിർണായകമായി മാറുന്ന ഒരു മണ്ഡലം എന്ന് പറയുന്നത് മഞ്ചേശ്വരമായി മാറുന്നു. പിന്നെ കാസർഗോഡ്, അവിടെയും ശക്തമായ മത്സരം നടക്കുന്നു. കണ്ണൂരിലേക്ക് വരുമ്പോൾ അവിടെയാണ് സേതു നേരത്തെ പറഞ്ഞത്, പല കോട്ടകളും ഇപ്പോൾ തളിപ്പറമ്പ് CPMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അവിടുന്ന് പാർട്ടി വിടുകയും അത് UDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയാണ്. അവിടെ ശക്തമായ മത്സരം നടക്കുന്നുണ്ട്. അവിടെ പാർട്ടിക്കകത്തുള്ള അടിയൊഴുക്കുകൾ, ഏതെങ്കിലും തരത്തിൽ അടിയൊഴുക്കുകൾ ഉണ്ടാകുമോ, അല്ലെങ്കിൽ ആ അടിയൊഴുക്കുകൾ CPMനെ കടമുഴക്കാൻ കഴിയുന്ന തരത്തിലേക്ക് അത് മാറുമോ എന്നുള്ളത്. അതിപ്പോൾ തളിപ്പറമ്പ് മാത്രമല്ല, പയ്യന്നൂരിലേക്ക് വന്നാലും അതേ സാഹചര്യമുണ്ട്. അടുത്ത കാലത്തൊന്നും ഇങ്ങനെയൊരു തെരഞ്ഞെടുപ്പിൽ CPMന് ഇത്തരം ഒരു വെല്ലുവിളി, ഒരു പ്രതിസന്ധി നേരിടേണ്ടി വന്നിട്ടില്ല. പല ഘട്ടത്തിലും നേതാക്കൾ
നേതാക്കന്മാർ പാർട്ടി വിട്ടു പോയിട്ടുണ്ടെങ്കിൽ പോലും അതൊരു തെരഞ്ഞെടുപ്പിൽ പോവുകയും തൊട്ടടുത്ത് തന്നെ അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം ഒരു UDF-ന്റെ സ്ഥാനാർത്ഥിയായി മാറുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ച വളരെ അപൂർവമാണ്. കോഴിക്കോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത് കോഴിക്കോട് കഴിഞ്ഞ 20 വർഷമായി കോൺഗ്രസിന് ഒരു MLA കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ഒരു വെല്ലുവിളി. അതിന് ഇത്തവണ മാറ്റമുണ്ടാകും. കോൺഗ്രസിന്റെ CPM-ന്റെ പല ശക്തി കേന്ദ്രങ്ങളിലും അവർക്ക് വിജയിക്കാൻ കഴിയുമെന്നുള്ളതാണ് ആ ആത്മവിശ്വാസം നൽകുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയമാണ്. ഇപ്പോൾ നാദാപുരം, പേരാമ്പ്ര, കുറ്റിയാടി തുടങ്ങിയ കൊയിലാണ്ടി തുടങ്ങിയ മണ്ഡലങ്ങളെല്ലാം ശക്തമായ മത്സരം നിൽക്കുന്നു. ഇപ്പോൾ മൈക്ക് അനൗൺസ്മെന്റ് വിവാദം പേരാമ്പ്രയിൽ എങ്ങനെയാണത് ബാധിക്കുക എന്നുള്ളത് എല്ലാവരും നോക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നീട് ബേപ്പൂരിലേക്ക് വന്നാലും മരുമോനിസം അവസാനിപ്പിക്കും എന്നുള്ളതാണ് PV അൻവറിന്റെ ഒരു ടാഗ് ലൈൻ തന്നെ. അത് ജനങ്ങൾ സ്വീകരിക്കുമോ? അവിടെയും നല്ല മത്സരം നടക്കുന്നുണ്ട്. മലപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ മുസ്ലിം ലീഗിന്റെ ഒരു ശക്തി കേന്ദ്രം തന്നെയാണ്. അവർക്ക് നിലവിൽ തന്നെ 16 സീറ്റിൽ 13 എണ്ണവും UDF-ന് നിൽക്കുന്ന സീറ്റാണ്. അവിടുത്തെ മുഴുവൻ സീറ്റുകളും 16 സീറ്റുകളും